വിഷുവിനുള്ള പണമേ ഞങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. അത്രയൊക്കെയുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റിയിരുന്നു. ആ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷനിലൂടെ ആദ്യ മാസം ഈ കമ്പനി ഒരുപക്ഷെ പുറകിരിക്കുന്നത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഫ്രണ്ടിൽ കുറച്ചുകൂടെ വിസിബിൾ ആയിരിക്കും. ആദ്യ മാസം വന്നത് 663 രൂപയാണ്. ഫസ്റ്റ് മാസം എനിക്ക് മൈലേജ് സെയിൽ ചെയ്ത് ഒരു മാസം പ്രവർത്തിക്കുന്ന കിട്ടിയില്ല. 30 ലക്ഷം കടമുള്ള ഒരു കുടുംബത്തിൽ 2 സഹോദരങ്ങള്, ഞങ്ങൾ ഇപ്പോഴും ഒരു വീട്ടിൽ തന്നെയാണ്, അപ്പോഴും ഒരു വീട്ടിലാണ് താമസം, കൂട്ടുകുടുംബമാണ്. അതായത് 2 സഹോദരങ്ങൾ ഒരു മാസം മുഴുവൻ പണിയെടുത്തിട്ട് 663 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ എന്തുമാത്രം സന്തോഷം ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കണം. പട്ടിണി കിടക്കണേ അന്ന് 50,000 രൂപ ഞങ്ങൾക്ക് വേണം. കാര്യം ബാങ്ക് ലോൺ അതുക്കും മേലെയാണ്. അത്രയും പ്രതിസന്ധിയിലൂടെ പോവാണ്. രണ്ടാമത്തെ മാസം ഏതാണ്ട് 1,800 രൂപ വരുമാനം കിട്ടി. ഇത് ഫോം 26AS എന്ന് പറയും, ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഫോം 60A. ഏകദേശം ഒരു വർഷം ഈ ബിസിനസ് ഞങ്ങൾ ചെയ്തു. നടന്നും ഓടിയും മുടന്തിയും എന്നൊക്കെ വേണേൽ പറയാം. കാരണം ഈ ബിസിനസ് കേൾക്കുന്ന ആരും ഇത് വിശ്വസിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഈ 2,10,000 ആഴ്ച കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് അതുവരെ എന്തൊക്കെ ആരും തന്നിട്ടില്ലെന്നല്ല, പറഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു 2,10,000 ആഴ്ച കിട്ടുമെന്ന്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തരണ്ട, പറയുകയെങ്കിലും ചെയ്ത ഒരു സന്തോഷമുണ്ടല്ലോ കേൾക്കുന്നുണ്ട്. എന്നോട് ആരും പറഞ്ഞിട്ട് പോലും ഇല്ല ഈ 2 കിട്ടുമെന്ന്. പക്ഷെ ഇതിന്റെ ആളുകൾ കൂടെ ഇങ്ങനെ വന്ന് 2 കിട്ടുമെന്ന് പറഞ്ഞ് ശരിക്കും ഏതേലും കാലത്ത് കിട്ടിയാലും കൊള്ളാമെന്ന രീതിയിലേക്കായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു വർഷത്തോളം ഈ ബിസിനസ് ചെയ്തു. നമുക്ക് പറയാം, ഒരു റബ്ബറിനെ വലിക്കുന്ന ഒരു പരിധി ഉണ്ടല്ലോ, അതുപോലെ വലിച്ചാൽ പൊട്ടിപ്പോകും. അതുപോലെ ഞങ്ങളുടെ അധ്വാനത്തിനും ആ അധ്വാനത്തോടെ കിട്ടുന്ന അപ്പകഷ്ണം കൊണ്ട് വീട് കൊല്ലുന്നതിനും ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറം ആയപ്പോഴേക്കും ഈ ബിസിനസ് നിർത്തിയാൽ എന്നു വരെ ഞാൻ ആലോചിച്ചു. ചുരുക്കി പറഞ്ഞാൽ 2014 ഡിസംബർ മാസം ആയപ്പോഴേക്കും ഈ ബിസിനസ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചു. കാര്യം പ്രൊഡക്റ്റ് എടുക്കുന്ന തമിഴ്നാട്ടിൽ പോകണം. പല ആളുകളോടും ബിസിനസ് എന്ന് പറയുമ്പോൾ അവർ ഇങ്ങോട്ട് ആദ്യം പറയുക നിനക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുക. എന്റെ മനസ്സപ്പ പറയും നീയൊക്കെ കയറിയല്ലേ എനിക്ക് വല്ലതും കിട്ടുള്ളൂ. ഈ അവസ്ഥയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് ബിസിനസ് നിർത്താൻ പോയ സമയത്ത് വീണ്ടും അവിടെ ദൈവം അവതരിച്ചു. അതാണ് സത്യം. അതായത് എന്റെ ഒരു സ്പോൺസർ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഹിന്ദു പത്രത്തിൽ ഒരു നല്ല ന്യൂസ് വന്നിട്ടുണ്ട്, നീ പോയി വായിക്കണമെന്ന് പറഞ്ഞു. ആ ഹിന്ദു പത്രത്തിലെ ന്യൂസ് ഇന്നത്തെ GKSൽ വിജയ് സാർ പറഞ്ഞു കാണും. എന്നാൽ ഞാൻ ഇവിടെ കാണിക്കാം. 2025 18 മില്യൺ ആളുകൾ ഡയറക്ട് സെല്ലിംഗ് ഫുൾ ടൈം ചെയ്യുമെന്നാണ് ആ ന്യൂസ്. അന്നത്തെ കേന്ദ്രമന്ത്രിയായ രാംവിലാസ് പാസ്വാൻ അധ്യക്ഷനായ ഒരു മീറ്റിംഗിന്റെ ഒരു പഠന റിപ്പോർട്ടാണ് പത്രത്തിൽ വന്നത്. 18 മില്യൺ എത്രയാണെന്ന് എനിക്ക് നന്നായി അറിയാം. 1,80,00,000 പേര്. 1,80,00,000 എത്രയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കേരള ജനസംഖ്യയുടെ പകുതിക്ക് മുകളിൽ ജനസംഖ്യ വരും. അത്രയും ആളുകൾ അടുത്ത ഒറ്റ കൊല്ലത്തിനകം ഫുൾ ടൈം ചെയ്യാൻ പോണ ബിസിനസ് ആണെന്ന് ഞാൻ 10 കൊല്ലം മുമ്പ് പത്രത്തിൽ വായിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കി. വീണ്ടും നമ്മുടെ മനസ്സിൽ ഈ ബിസിനസ്സിൽ നിൽക്കാനുള്ള പോസിറ്റീവ് തോട്ട്സ് വന്നു. അടിസ്ഥാനപരമായി എനിക്ക് വലിയ കഴിവോ അറിവോ ഒന്നുമല്ല. ഞാൻ ബേസിക്കലി പോസിറ്റീവായ ആളായിരുന്നു. അതുകൊണ്ടാണ് 30 ലക്ഷത്തിന്റെ കടം ആദ്യം വന്നത്. പക്ഷെ അതേ പോസിറ്റിവിറ്റിയാണ് നമ്മളെ ശുഭാപ്തിവിശ്വാസമാണല്ലോ നമ്മളെ നയിക്കുക. അപ്പോ ഈ ഒരു ചിന്തയിലേക്ക് വീണ്ടും ബിസിനസ് ചെയ്യാൻ തയ്യാറായി. അവിടെ കൃത്യം 6 മാസം കഴിഞ്ഞപ്പോൾ കേരള സർക്കാർ ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക ബില്ല്, ഒരു എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് പാസ്സാക്കിയുണ്ടായി. ഇവിടെ വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. 2015 ജൂലൈ 29 നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന KM മാണി സാറ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് LIT കോമ്പൗണ്ടിംഗ് എന്ന ഒരു നികുതി നിയമത്തിന്റെ ഹെഡിൽ കൊണ്ടുവന്നുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് പ്രോഡക്റ്റുകൾക്ക് MRPക്ക് നികുതി ചുമത്തിക്കൊണ്ട് ഡയറക്ട് സെല്ലിംഗ് 100% ലെജിറ്റിമേറ്റ് ആയ ഒരു ബിസിനസ് ആണെന്ന് കേരള നിയമസഭയിൽ പ്രസ്താവിച്ചു. ആ ഒരു പ്രസ്താവനയോടുകൂടി സത്യത്തിൽ ഡയറക്ട് സെല്ലിങ്ങിന് അയിത്തം പറഞ്ഞിരുന്ന, ഞാൻ കണ്ടിട്ട് പലപ്പോഴും എന്നെ ഒഴിവാക്കി പോയിരുന്ന പല ആളുകളും പതുക്കെ എന്റെ കൂടെ വന്നു തുടങ്ങി. ഇതൊക്കെ വലിയ പത്രവാർത്തയായിട്ട് വന്നു. അപ്പോഴും എന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല. ഓടാണ് ഈ ബിസിനസിന്റെ പുറകെ. പക്ഷേ ടേണിംഗ് പോയിന്റ് ഉണ്ടായത് അതേ മാസം തന്നെയാണ്. ചെന്നൈയിൽ നടന്നൊരു മീറ്റിംഗിൽ DB അനന്തനാരായണ എന്ന സയന്റിസ്റ്റിനെ കമ്പനി അവതരിപ്പിച്ചു. സത്യത്തിൽ ഞാൻ ഈ ബിസിനസ് തുനിഞ്ഞ് ഇറങ്ങി ചെയ്യുന്ന അന്നോട്ടാണ്. അതുവരെ ഒരു ചെയ്തുണ്ടെങ്കിലും ആത്മാർത്ഥമായ ഒരു ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അല്പവിശ്വാസിയും അവിശ്വാസിയും ഒരേ ഫലം തരുന്ന ഒരു ബിസിനസ് ആണെന്നതിന്റെ തെളിവായിരുന്നു ആദ്യത്തെ എന്റെ 1.5 വർഷം. എനിക്ക് അല്പവിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. ഇറങ്ങി ഞാൻ, പക്ഷെ വിജയ പ്രതീക്ഷയോടുകൂടിയല്ല ഇറങ്ങുന്നത്. ഇത് ശരിയാവോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ധാരാളം പ്രൊഡക്റ്റ്, 16 പ്രൊഡക്റ്റ്, ഈ 95 ഹെർബൽ പേസ്റ്റും ഹെയർ ഓയിലും ഒക്കെ അന്നും ഉണ്ടെങ്കിലും ഈ പ്രൊഡക്റ്റുകൾക്ക് അക്കൗണ്ട് ഒരു ബിലീഫ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ R&D സംവിധാനത്തെ കുറിച്ചുള്ള അപാരമായ അല്ലെങ്കിൽ രൂഢമൂലമായ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെന്നൈയിൽ പോയി ഏതാണ്ട് 1000-1500 ആൾക്കാരുടെ ഇടയ്ക്ക് ഇരുന്ന് ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് ട്രെയിനിങ്, പ്രോഡക്റ്റ് ലോഞ്ചിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഈ DB അനന്തനാരായണ സയന്റിസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ LED ബോർഡ് എഴുതി കാണിച്ചു. ഡാബർ കമ്പനിയിൽ 10 വർഷം ഡാബറിന്റെ ഗവേഷണ വിഭാഗം തലവൻ, നമ്മൾ കഴിച്ച ഡാബർ ചവനപ്രാശം ഒക്കെ ഈ DB അനന്തനാരായണ ഉണ്ടാക്കിയതാണ്. ഹിന്ദുസ്ഥാനിൽ ഒരു 10 വർഷം R&D
റാൻബാക്സി എന്ന ഇന്ത്യയിലെ പ്രമുഖ അലോപ്പതി കമ്പനിയുടെ 10 വർഷത്തെ ഗവേഷണ വിഭാഗം തലവൻ. ഇത്രയും വലിയ മനുഷ്യൻ മൈക്കെടുത്തിട്ട് പറയാണ്, ഇന്ന് മുതൽ എനിക്ക് മൈലേസ്റ്റേൽ കുടുംബത്തോടൊപ്പം ചേരുന്നതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എന്ന് ഇദ്ദേഹം പറയണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 6 പുതിയ പ്രൊഡക്റ്റ് ഇന്ന് ഇറക്കുകയാണ് എന്ന് പറഞ്ഞ 6 പ്രൊഡക്റ്റിനെ അദ്ദേഹത്തോട് അവതരിപ്പിച്ചു. സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത്രയും വലിയൊരു മനുഷ്യന് മൈലേസ്റ്റേൽ കമ്പനിയിൽ അഭിമാനത്തോടെ പ്രവർത്തിക്കാമെങ്കിൽ എവിടെയും എത്തില്ല എന്നെ നാട്ടുകാർ മുഴുവൻ എഴുതിത്തള്ളിയവരാണ് ഞാൻ. എനിക്കെന്തുകൊണ്ട് കൈ മെയ് മറന്നത് ചെയ്തുകൂടാന്ന് ഞാൻ തീരുമാനിച്ചു. തിരിച്ചു വന്ന ഞാൻ എന്താ പറയണ്ട, നമ്മുടെ സകല ശക്തിയും എടുത്ത് സർവ്വശക്തിയും എടുത്ത് പ്രവർത്തിച്ചു. ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് എപ്പോഴും എന്റെ പഴയ ഒരു കാറിന്റെ ഡിക്കിയിൽ എടുത്ത് വെച്ച് വെളുപ്പിന് എഴുന്നേറ്റ് റെഡിയായിരിക്കും. 5:30 നിമിഷത്തൊക്കെ ചെയ്തിരിക്കും. അപ്പം ഭാര്യ ചോദിക്കും, എവിടെ പോകും? സൂര്യൻ ഉദിക്കാൻ കാത്തു നിൽക്കുകയാണ്. സൂര്യൻ ഉദിച്ചാലേ ആൾക്കാർ എഴുന്നേക്കുള്ളൂ. ആളുകൾ എഴുന്നേറ്റിട്ട് വേണം അവരുടെ ചെത്തി ബിസിനസ് പറയാൻ. കാര്യം എന്റെ മനസ്സിൽ മൈലേസ്റ്റേൽ അങ്ങോട്ട് നിറഞ്ഞ് പറയാൻ തുടങ്ങി. ഈ കല്യാണം ഉറപ്പിച്ച് ചെറുക്കനെ പെണ്ണിനെ പോലെ ഫുൾ ചിന്ത പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഉച്ചയാകുമ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കും, നീ കഴിച്ചോ? ഇല്ല, ഞാൻ കഴിക്കാൻ പോണേ ഉള്ളൂ. കഴിച്ചു തുടങ്ങട്ടെ? ആ തുടങ്ങിക്കോളൂ. ചേട്ടൻ കഴിച്ചോ? ഞാൻ തുടങ്ങാണ്. ഫുൾ റിപ്പോർട്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും. രസമാണോ? കല്യാണം കഴിക്കാൻ പിന്നെ എങ്ങനെയാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 മണിക്ക് എന്നെ വിളിക്കരുത്. ഉച്ചയ്ക്ക് ഭാര്യ വിളിച്ച് കഴിച്ചോ ചോദിക്കുമ്പോൾ പറഞ്ഞ കാര്യമില്ല. അപ്പൊ ഈ സിറ്റുവേഷനോട് ഞാൻ മാറി. അതായത് ഈ ഒരു മിനിറ്റ് കിട്ടിയ മൈലേസ്റ്റേലിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അവസ്ഥയിലോട്ട് മാറി. സത്യത്തിൽ അങ്ങനെ ഒരൊറ്റ കൊല്ലം ഓടിയുള്ളൂ. ഈ കമ്പനിയിൽ നിന്ന് ആദ്യത്തെ 2,10,000 എന്റെ അക്കൗണ്ടിലേക്ക് വന്നു, എന്റെ കാനറ ബാങ്ക് അക്കൗണ്ടിൽ. അവിടെ നിന്ന് ഒരു 3 മാസം ഈ 2 month അത്ര സ്റ്റേബിൾ ഒന്നും അല്ലായിരുന്നു. മാസത്തിൽ ഒരാഴ്ചയൊക്കെ 2 കിട്ടുള്ളൂ. പിന്നെ 1.5 ലക്ഷം 1 ലക്ഷം ഒക്കെ ആയിട്ട് കയറി ഇറങ്ങി